ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണിത്. വ്ളോഗൊന്നുമല്ല, ഇതൊരു ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ തെമുവിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ UAE തെമുവിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കി അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ആദ്യത്തെ എന്താ പറയുക ഓൺ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ കൂടെ ഈ സാധനങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് തെമുവിൽ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ. അൺബോക്സ് ചെയ്യാൻ കുറച്ച് പണിയാണ് ഗൈസ്. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. കാരണം നമ്മൾ ആദ്യത്തെ സംഭവം ഇതാണ്. ഇതൊരു സോഫ കവറാണ്. അപ്പോൾ ഇതാണ് സോഫ കവർ. മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോൾ കുറച്ചിങ്ങനെ പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് സോഫ കവർ. ഇതിൻ്റെ കൂടെ അവർ മറ്റേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡിവൈഡിങ്ങും വെക്കാനായിട്ട് ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ്. അപ്പം അതും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതൊന്ന് ഇതാണല്ലോ പില്ലോ കവറും കൂടി ഉണ്ട്. മറ്റേ സോഫ്റ്റ് കുഷ്യൻ പില്ലോസ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെക്കാനായിട്ടുള്ള പില്ലോ കവറും കൂടി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ കിട്ടും. പ്രൈസ് 15 ദിർഹംസ് ആണ്. അതായത് 134 ദിർഹംസ് എന്നുമാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ 90% ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറേ കൂപ്പൺസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഞാൻ 90% ഓഫ് എന്നുള്ളത് കൊടുത്തപ്പോൾ ഇത് 15 ദിർഹംസ് ആയിട്ട് കുറഞ്ഞു. പക്ഷേ മിനിമം 60 ദിർഹംസിന് നമ്മളതിൽ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ ഇത് കുറഞ്ഞപ്പോൾ 60 ദിർഹംസ് ആക്കണമല്ലോ. അങ്ങനെ അതിന് 60 ദിർഹംസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. ഇത് ഇട്ടിരിക്കട്ടെ. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തു ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഡ്രസ് ഓർഗനൈസർ എന്നൊക്കെ പറയും. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതാണോ കുറേ പൗച്ചസ് കാണും. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എൻ്റെ കുട്ടീൻ്റെ സാധനങ്ങൾ, അവൻ്റെ കുറേ പാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരുമിച്ച് നമ്മളിങ്ങനെ അട്ടിയായിട്ട് വെക്കുമ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വീഴും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വെക്കാം, നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇതിൻ്റെ സ്പേസ് കുറച്ചും കൂടി വലുത് പ്രതീക്ഷിച്ചു. പക്ഷേ കുഴപ്പമില്ല, കുട്ടികളുടെ ആയതുകൊണ്ട് നമുക്കത് റോൾ ചെയ്തിട്ടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇത് എനിക്ക് തോന്നുന്നു 6 ദിർഹംസ് 8 ദിർഹംസിനാണ് ഇത്. ഇത്രയും 2, 3, 4, 5, 20 ഇങ്ങനത്തെ ബോക്സസ് വരുന്ന സാധനം 8 ദിർഹംസ് ആയിരുന്നു അത്. കുഴപ്പമില്ല, കുറച്ചൊക്കെ കൂടെ നമ്മൾ അകത്ത് വേറെ അധികം നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കാലം ഇരിക്കുമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് തിങ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല, നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ടേബിളിൽ നമ്മുടെ ബ്യൂട്ടി ഐറ്റംസോ മോയ്സ്ചറൈസേഴ്സോ ക്രീംസോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ട. പക്ഷേ ഇത് ഞാൻ കുറച്ചും കൂടി വലിപ്പം പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമില്ല, കിട്ടിയിരുന്നു. ഇതും 4-5 ദിർഹംസ് ആണ് ഇതിനുണ്ടായിരുന്നു കേട്ടോ. ഇത് അഗെയിൻ ഈ ഡ്രസ് ഓർഗനൈസർ തന്നെയാണ്. ഇത് വീണ്ടും ഞാൻ ഇതേപോലെ കുട്ടീൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാൻ വേണ്ടി, ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഗൈസ്, ഇത് ഇത്രയും ഒരു കട്ടിയിലില്ല ഉണ്ടോ. ഇതിൻ്റെ ഒരു നെറ്റ് പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വെക്കണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് നോക്കാൻ തോന്നും. ഞാൻ വെച്ച് നോക്കട്ടെ, ഇരിക്കുമോയെന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ഇടാം. നെക്സ്റ്റ് തിങ് ഇതൊരു ഹെയർ ആക്സസറിയാണ്. ഇതുണ്ടോ, നമ്മൾ ഹെയറൊക്കെ ഇങ്ങനെ കെട്ടി വെക്കില്ലേ, അപ്പോൾ ക്രാബ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതൊരു ബണ്ണ് പോലെയാണ്. കാണുന്നുണ്ടോ? ഇതൊരു ബണ്ണാണ്. നമ്മൾക്ക് ഹെയർ ബണ്ണ് ചെയ്തിട്ട് ഇതതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ
ഹെയർ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും, കുറച്ചും കൂടി ഒരു ബുഷി ആയിട്ട് തോന്നും. അതാണ് ഇത് കൊള്ളാം, ഇതെനിക്കിഷ്ടമായി. ഇതും അത്ര 3 dirhams ആ റേഞ്ചിൽ ഇതുണ്ടായിരുന്നുള്ളൂ. ഇതൊരു ചെറിയ ഇയറിംഗ് ആണ്, കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് വളരെ പ്രൈസ് കുറവാണ്, 1 dirhamsന്റെ എന്തോ ഇയറിംഗ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ഇനി ഇതാണ് ഞാൻ മെയിൻ പോളറൈറ്റ്സ് ഒക്കെ തൂക്കാനായിട്ട് ചെറിയ സ്റ്റിക്സും, നമ്മളിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ പോളറൈഡ് തൂക്കിയിടുന്നു. അപ്പോൾ അതിനുമ്പോൾ തൂക്കാനുള്ള റോപ്പും സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്സും ഉണ്ട്. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ, 50 ഫോട്ടോസ് എന്തോ തൂക്കിയിടാറുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഇപ്പം അത്രയും ഫോട്ടോസൊന്നും ഇല്ല, 10-12 തന്നെ ഉള്ളൂ. ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ഇനിയും കൂടാം. ഇതിന് 6 dirhams ആയിരിക്കും. ആൻഡ് ഇത് വേറൊരു ഇയറിംഗ് ആണ്, ചെറിയൊരു ഇയറിംഗ് ആണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ മറ്റേനേക്കാൾ ഇത് ഇഷ്ടപ്പെട്ടു. ഇതും 2 dirhams ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഈ വാൾ ഡെക്കോർ പറഞ്ഞിട്ട് കുറേ ബട്ടർഫ്ലൈസിൻ്റെ ഗോൾഡൻ കളറിലുള്ള കുറേ ബട്ടർഫ്ലൈ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് ചുമരിൽ വെക്കാനുള്ളതാണ്. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചതിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. നോക്കട്ടെ, സ്റ്റിക്ക് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ആൻഡ് സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്കറും ഇതിലുണ്ട്. ഇത് ഓരോന്ന് എടുക്കുക, ചുമരിൽ വയ്ക്കുക, അതുമ്മ ഈ ബട്ടർഫ്ലൈനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇതൊരു ബ്ലഷാണ്, റെഡ് കളർ ബ്ലഷാണ്. ലാസ്റ്റ് എത്തിയപ്പോൾ 60 dirhams ആക്കണം, എന്നാലാണ് ഡെലിവറി ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ആ പ്രൈസിൽ കണ്ട ഒരു സാധനം ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇത് 4-5 dirhamsന് എന്തോ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. നോക്കട്ടെ, നല്ലതാണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കളറ്. ഒരു റെഡ് കളറായിരുന്നു, കാണുന്നുണ്ടോ? ഈ കളറായിരുന്നു. സോ ഐ വിൽ ട്രൈ ഇറ്റ് ആൻഡ് റിവ്യൂ ഇറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വന്നൊക്കെ ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ദിസ്, ഇത് ഞാൻ കുറച്ച് ബലത്തിലില്ലാതെ ഇത് ഇരിക്കില്ല, ഇതാണെന്ന് പ്രതീക്ഷിച്ചു. ചിലപ്പോൾ ഒന്ന് തുറന്നു വെച്ചാൽ ഇരിക്കുമെന്ന് നോക്കാം. ഡ്രസ്സ് ചിലപ്പോൾ സാധനങ്ങൾ ഇത് വെക്കുന്നതനുസരിച്ച് ആ സൈസിനനുസരിച്ച് ഇതിങ്ങനെ വലുതായി ഓക്കെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. സോ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ലൈക്കും ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്.